ഞാൻ എന്തോ സംഭവം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന റൂൾസും ഈ നിയമങ്ങളും ഒക്കെ ഇപ്പോൾ ആസ് എ ലോ ഗ്രാജുവേറ്റ് കുറച്ച് ഒബ്സഷൻ ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ. പക്ഷേ ലീഗൽ ഇല്ലിറ്ററസി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ലീഗൽ ഇല്ലിറ്ററസി എന്ന് ഞാൻ പറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എല്ലാവരും പറയും, ഘോരഘോരം പറയും, കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മാനിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നു, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇത് പലരും തോർത്ത് വായിക്കാറില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നോ ഹയറാർക്കി ഓഫ് ലോ എന്താണെന്നോ പലർക്കും ഹയറാർക്കി ഓഫ് ലോ മനസ്സിലാവാത്തതാണ് ഏറ്റവും കഷ്ടം. കാരണം നമ്മുടെ ഈ സിസ്റ്റം മുഴുവനും നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ബേസിസിലാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ, അതിൻ്റെ കീഴിലാണ് പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചേ പറ്റുള്ളൂ. ഇനി ഈ നിയമങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ താഴെ റൂൾ ഉണ്ടാക്കുന്നത്. റൂളും അനുസരിച്ച് മാത്രമേ സർക്കാർ ഉത്തരവുകളോ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളോ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തിട്ട് ഭരണഘടന വരെ തട്ടിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഭരണഘടനയിൽ ഇപ്പം നമുക്ക് സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 19(1) പ്രകാരമാണ്. അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആവാം ആർട്ടിക്കിൾ 19(2) പ്രകാരം. 19(2)ൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിയന്ത്രണം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകെ